Hi friends, welcome to Road to Job. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് 71 സ്കഫോൾഡർ ആൻഡ് റിഗർ പോസ്റ്റ് റിക്രൂട്ട്മെന്റ് 2024 ആണ്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓഫ് ദി നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷന്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊരു കോൺട്രാക്ച്വൽ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും ഫോർ 3 years. വാക്കൻസി നോട്ടിഫിക്കേഷൻ, കോൺട്രാക്ച്വൽ അപ്പോയിന്റ്മെന്റ്, വർക്ക്മാൻ, റിഗർ ആൻഡ് സ്കഫോൾഡർ. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും ഈ ജോലിയുടെ എക്സ്റ്റൻഷൻ. യു ക്യാൻ വർക്ക് അപ് ടു സെവറൽ ഇയേഴ്സ് വിത്ത് ആൻ അട്രാക്റ്റീവ് സാലറി എബവ് 30,000 മിനിമം ഗ്യാരണ്ടി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ്. സ്കഫോൾഡർ ഓൺ കോൺട്രാക്ച്വൽ ബേസിസ് 10th സ്റ്റാൻഡേർഡ് ആണ് ക്വാളിഫിക്കേഷൻ. 3 year എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ സെമി സ്കിൽഡ് റിഗർ ഓൺ കോൺട്രാക്ച്വൽ പോയിന്റ് 4ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. ഓവർ ക്വാളിഫിക്കേഷൻ അനുവദനീയമല്ല. 3 വർഷത്തെ എക്സ്പീരിയൻസും സ്പ്ലൈസിംഗ് വർക്ക് ഓഫ് വയർ റോപ്സും ആണ് എക്സ്പീരിയൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പ്രോസസ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് 13 November 2024, ലാസ്റ്റ് ഡേറ്റ് 29 November 2024 ആണ്. അതിന് മുമ്പായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നെയിം ഓഫ് ദ പോസ്റ്റ്, നമ്പർ ഓഫ് വാക്കൻസീസ് ആൻഡ് റിസർവേഷൻ ആണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സ്കഫോൾഡർ. അതിൽ ജനറൽ പോസ്റ്റ് 9 എണ്ണം ഉണ്ട്. OBC 9, SC 1, ST നിൽ, EWS 2, ടോട്ടൽ 21. നെക്സ്റ്റ് വൺ സെമി സ്കിൽഡ് റിഗർ. ജനറൽ 24, OBC 15, SC 15, ST 1, EWS 5, ടോട്ടൽ 50. നെക്സ്റ്റ് വൺ പീരീഡ് ഓഫ് കോൺട്രാക്ട് 3 വർഷമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ പോസ്റ്റിംഗ് ആണ്. പോസ്റ്റിംഗ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെയാണെങ്കിൽ പ്രൊജക്ട് സൈറ്റിലോ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഓൺ ബോർഡ് ഷിപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് സൈറ്റിലോ ആയിരിക്കും നിങ്ങളുടെ നിയമനം. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് റെന്യൂമറേഷൻ ആണ്. റെന്യൂമറേഷൻ ഓരോ ഇയറിലും വ്യത്യാസമുണ്ട്. അതിൽ ആദ്യത്തെ ഇയറിൽ 22,100 പ്ലസ് 5,530, സെക്കൻഡ് ഇയറിൽ 22,800 പ്ലസ് 5,700, തേർഡ് ഇയറിൽ 23,400 പ്ലസ് 5,850 റെന്യൂമറേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പർ ഏജ് ലിമിറ്റ് ഫോർ ഓൾ പോസ്റ്റ് ഷോൾ നോട്ട് എക്സീഡ് 30 years ആണ്. പക്ഷേ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. OBC കാറ്റഗറിക്ക് 3 വർഷത്തെയും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പർ ഏജ് ലിമിറ്റ് റിലാക്സബിൾ ഫോർ എക്സ് സർവീസ് മെൻ 45 years ആണ് കൊടുത്തിട്ടുള്ളത്. മെത്തേഡ് ഓഫ് സെലക്ഷൻ നമുക്ക് നോക്കാം. മെത്തേഡ് ഓഫ് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഈ 2 ടെസ്റ്റ് ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ നിയമനം. ആദ്യത്തേത് സ്കഫോൾഡർ. പ്രാക്ടിക്കൽ ടെസ്റ്റിന് 80% വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫിസിക്കൽ ടെസ്റ്റിന് 20% വെയിറ്റേജ് ആണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്ക്. സെമി സ്കിൽഡ് റിഗർ 100 ആണ് പ്രാക്ടിക്കൽ ടെസ്റ്റിന് കൊടുത്തിട്ടുള്ളത്. ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. 100 മാർക്കിലാണ് ടോട്ടൽ വരുന്നത്. ഫിസിക്കൽ ടെസ്റ്റിന്റെ ഒരു നോട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് ഷോൾ ബി ഇൻക്ലൂഡ് ക്ലൈംബിംഗ്. അപ്പോൾ ക്ലൈംബിംഗ് ആയിരിക്കും ഫിസിക്കൽ ടെസ്റ്റ് ആയിട്ട് നടത്താൻ പോകുന്നത്. മിനിമം പാസ് മാർക്ക് ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് ആണ്. ജനറൽ ആൻഡ് EWS കാൻഡിഡേറ്റ്സിന് 50% മാർക്ക്, OBC കാൻഡിഡേറ്റ്സിന് 45 മാർക്ക്, SC ST കാൻഡിഡേറ്റ്സിന് 40% മാർക്ക് ആയിരിക്കും മിനിമം പാസ് മാർക്കായിട്ട് ഇവിടെ. നെക്സ്റ്റ് വൺ എക്സ്പീരിയൻസ് ആണ്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 29 November 2024 ആണ് എക്സ്പീരിയൻസ് കണക്കാക്കേണ്ട തീയതി. ട്രെയിനിങ് വിത്ത് റെന്യൂമറേഷൻ വിൽ ഷോൾ ബി ട്രീറ്റഡ് ആസ് എക്സ്പീരിയൻസ്. സാലറിയോട് കൂടിയുള്ള ട്രെയിനിങ്ങും എക്സ്പീരിയൻസ് ആയിട്ട് കണക്കൂട്ടാവുന്നതാണ് എന്നാണ് ഈ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് 200 ആണ്, നോൺ റീഫണ്ടബിൾ. പക്ഷേ അതിൽ ഒരു റിലാക്സേഷൻ SC ST കാൻഡിഡേറ്റ്സിനുണ്ട്. SC ST കാൻഡിഡേറ്റ്സ് നീഡ് നോട്ട് പേ എനിത്തിങ്. 13 November 2024 മുതൽ 29 November 2024 വരെ ആപ്ലിക്കേഷൻ ഫീ അടക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ നോട്ടാണ് വീണ്ടും പറയാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ബിലോങ്സ് ടു SC ST കാൻഡിഡേറ്റ്സ്, നീഡ് നോട്ട് പേ എനിത്തിങ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കരിയർ പേജിൽ CSL കൊച്ചി സെലക്ട് ചെയ്യുക. അതിൽ 1 time രജിസ്ട്രേഷൻ പോർട്ടൽ ഓൺ ആയിരിക്കുന്നതാണ്. 1 time രജിസ്ട്രേഷൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഓരോ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന്റെ ഡേറ്റും 29 November 2024 ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷന്റെ PDF ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ PDF വായിച്ചു നോക്കിയതിനു ശേഷം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്വയറീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആ ഈ ഇമെയിലിലേക്ക് നിങ്ങൾക്ക് ക്വയറീസ് അയക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ക്വയറീസ് സോർട്ട് ചെയ്ത് തരുന്നതാണ്. നോ TADA ഷോൾ ബി പെയ്ഡ് ടു എനി കാൻഡിഡേറ്റ് ഫോർ അറ്റൻഡിംഗ് സെലക്ഷൻ പ്രോസസ്. കോൾ ലെറ്റേഴ്സ് പോസ്റ്റ് വഴി ലഭിക്കുന്നതല്ല. അത് ഓൺലൈനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്റിമേഷൻ ഫോർ ദ സെലക്ഷൻ പ്രോസസ് ഷോൾ ബി ഇന്റിമേറ്റഡ് ത്രൂ ഇമെയിൽ ID. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. റാങ്ക് ലിസ്റ്റ് വിൽ ബി മെയിൻറ്റൈൻഡ് ഫോർ ഓൾ ദ പോസ്റ്റ് ആൻഡ് വാലിഡിറ്റി ഓഫ് റാങ്ക് ലിസ്റ്റ് ഷോൾ ബി അപ് ടു 18 മാസം. അതായത് ലാസ്റ്റ് കാൻഡിഡേറ്റ്സ് ജോയിൻ ചെയ്തതിനു ശേഷം 18 മാസത്തേക്ക് വാലിഡിറ്റി റാങ്ക് ലിസ്റ്റിന് ഉണ്ടാകുന്നതാണ്. ഓൾ ഡോക്യുമെന്റ്സ്
റിലേറ്റഡ് ടു സെലക്ഷൻ പ്രോസസ് പ്രിസർവ്ഡ് ഫോർ 2 years, 2 വർഷത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്